ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. ഇന്നൊരു ഗെയിം കളിക്കാൻ പോവാണ്. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, ഞാനുണ്ട്, ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു വെറൈറ്റി ഗെയിമാണ്. നിങ്ങൾ പലരും കളിച്ച് കാണും, പക്ഷെ നമ്മൾ കുറച്ച് ടാസ്കും വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഇന്ന് ഗെയിം കളിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഫോണൊന്ന് ട്രൈപോഡിൽ വെക്കട്ടെ. ഗൈസ്, നമ്മുടെ ആ ക്യാമറയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട്. സംഭവം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മള് കുട്ടിക്കാലത്ത് കളിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ ഒരാളുടെ മുതുകത്ത് ഒരക്ഷരം എഴുതും, അതെന്താന്ന് ഗസ് ചെയ്യണം. അതായത് നമ്മളൊരു വാക്കായിട്ട് എഴുതാൻ പോണത്. അപ്പൊ ഞാൻ ഓരോ അക്ഷരം, അതായത് ഞാനും എഴുതും, ഉമ്മ ഇങ്ങോട്ട് എഴുതും, ഓരോ അക്ഷരം എഴുതും. എന്നിട്ട് അത് ബുക്കിലോട്ടാക്കിയിട്ട് ഒരു വേടാക്കി എടുക്കണം. അപ്പൊ അത് കറക്റ്റ് കിട്ടണം. കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നീ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ അല്ലേ? എന്തൊക്കെയാ ആര്യവേപ്പുണ്ട്, നാരങ്ങ ഉണ്ട്, പച്ചമുളക്, ഇത് നാരങ്ങാണല്ലോ, ഇത് നാരങ്ങാണോ, ഉപ്പല്ല, പഞ്ചസാര ഇട്ട്. പഞ്ചസാരയാണ് മോളെ. ഉമ്മാക്ക് പ്രഷർ, അപ്പൊ ഉപ്പ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ പഞ്ചസാര ആര് എക്കോടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഉമ്മ കണ്ടില്ലല്ലേ? ഉമ്മനെ ഓർമ്മയായിട്ട് നാരങ്ങ വെള്ളം കലക്കി വെക്കാൻ പറഞ്ഞു. അപ്പൊ അതേപോലെ നൈസായിട്ട് കലക്കി വെച്ചു. ഉമ്മ പോയ സമയത്ത് ഞാൻ കുറെ പഞ്ചസാര വാരി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തു. നമുക്ക് നോക്കാം ആര് കുടിക്കും നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ സംഭവിച്ചാല്, ആദ്യം എന്താ പറയണെന്ന് വെച്ചാല് ഇവിടെ വലിയ അക്ഷരത്തെ എഴുതി ഇവരെ കാണിക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് മുതുകത്ത് എഴുതാം. അപ്പൊ ആരാദ്യം ചെയ്യും? ഞാൻ ഉമ്മാണെങ്കിൽ ഇല്ല, നമുക്ക് ഇതിട്ട് നോക്കാം, ടോസ് ഇട്ട് നോക്കാം. ആര് ആദ്യം ചെയ്യണം, നമുക്ക് ടോസ് ഇട്ട് നോക്കാം. ഞാൻ സാധനം എടുത്തിട്ട് വരാം. ഞങ്ങൾക്ക് ഓയിൽ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തുണ്ടല്ല ഈ ഹെഡ് സിംഹത്തിന്റെ പടമുള്ള സാധനം വീണാല് ഉമ്മ എന്റെ മുതൽ ചെയ്യും. തിരിച്ചു വന്നാൽ ഞാൻ അവിടെ ചെയ്യും. ഓക്കെ, ഇടാൻ പോവാണ്. ഞാനാണ്, എനിക്കാണ് ചാൻസ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഉമ്മ തിരിഞ്ഞു വന്നു. ഞാൻ എന്താ എഴുതാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം. ബുക്കിനകത്ത് ഇത് കാണിച്ചു തരാം. സിമ്പിൾ ആയിരിക്കുള്ളൂ. ഉമ്മ കാണാൻ പാടില്ല. ഉമ്മ കണ്ടാ പിന്നെ എന്തെങ്കിലും കളിക്കും. ഇപ്പൊ ശരിയാക്കി തരും. ഇതും പേജ് കിട്ടും. അതെ, ഇവിടെ സിനിമാ പരമാണോ എന്ത് വേണം? സിനിമാ പരാണ്ട. ചെറിയൊരു കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പിന്നെ കൊറേ ഇട്ട് തെറ്റിച്ചൊക്കെ എഴുതും. ഞാൻ നോക്കിട്ട് പറയണ്ട, എനിക്ക് അതാ ഞാൻ ചെറിയൊരു സിനിമാ പരിപ്പ്. ഇതാണ് സാധനം. ഇത് നമുക്ക് ഉമ്മയുടെ മുഖത്ത് ചെയ്ത് കണ്ടല്ലോ. അതെ, ഈ കണ്ടില്ലെന്ന് പറയുന്നത് ഞാൻ സാധനം എഴുതി കാണിച്ചിട്ടുണ്ട്. ഇമ്മ എഴുതിക്കോ, ഇവിടെ എഴുതി ഒന്നേ നമ്പർ എഴുതിക്കോ. ഒരാൾക്ക് 3 ചാൻസ്, അതായത് ഉമ്മാക്ക് 3 എനിക്ക് 3. അത് നമുക്ക് ബാക്കി പിന്നെ നോക്കാം. അങ്ങനെയല്ല, അതായത് 3 വാക്ക് ഉമ്മ കഴിഞ്ഞ് ഇന്റെ, അപ്പൊ മൊത്തം 6 ചാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഫസ്റ്റ് ഉമ്മ, സെക്കൻഡ് ഞാൻ, അടുത്ത ഉമ്മ, അടുത്ത ഞാൻ, അങ്ങനെ 6 വേണം. ഓക്കെ, മനസ്സിലായി? ഇതൊരു പേര്, അത് മൊത്തം എഴുതണം. ആനില്ല, അതുകൊണ്ട് ഭയങ്കര ചൂട് സൗണ്ട്. ഇവിടെ എഴുതാൻ വേണ്ട, കൈകൊണ്ട് എഴുതാൻ വേണ്ട. ഫസ്റ്റ് ഇത് എഴുതാൻ പോയാണ്. എഴുതിക്കുമ്പോ പറയണം. കിട്ടിയ എഴുത. ഓക്കെ, ഓക്കെ, എഴുതരുത്. ഇത് സിമ്പിള്. കിട്ടിയ എന്താ പ്രേമിയ എന്തായാലും നോക്കണം. അണ്ണ ഞാൻ മാമര്യാദക്ക് എഴുതുമ്പോ വായൊക്കെ ഞാൻ ഇന്റർനെറ്റില്ല. ഇനി ലാസ്റ്റ് ആരാണോ ഏറ്റവും കൂടുതൽ തെറ്റിച്ച് എഴുതിയേക്കുന്നത് അവര് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കഴിക്കേണ്ടി വരും. പച്ചമുളക്, നാരങ്ങ, നാരങ്ങ വെള്ളം, ഇതാണ് കളി. അങ്ങനൊന്നും പറഞ്ഞ കാര്യമില്ല, അതൊന്നും പറഞ്ഞ കാര്യമില്ല. അടുത്ത് എന്താ ഉമ്മ എഴുതാന്ന് വെച്ചാല് ഇതിൽ കാണിക്കും. ഞാൻ തിരിഞ്ഞിരിക്കാം.
സിനിമപ്പരല്ലേ? സിനിമപ്പര എന്തായാലും സിനിമപ്പര സിമ്പിൾ ആയിട്ടുള്ള കഴിക്കോട്ടെ. വാപ്പായിട്ടില്ലേ, വാപ്പാനെ പിടിച്ചെടുത്തായിരുന്നു ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ എല്ലാരും കൂടെ കിട്ടണ ഭയങ്കര വാർത്ത. ഞാൻ കണ്ടില്ല കേട്ടോ, അത് കണ്ടില്ല സത്യം കണ്ടില്ല. മുക്കുതാ വേറെ പേജെടുത്താ മറ്റേ എഴുതിക്കൊണ്ടെന്നാ പേജ്. അപ്പൊ ഞാൻ പറഞ്ഞത് വാപ്പ ഉച്ചയ്ക്ക് ഉച്ച സമയത്ത് എല്ലാരും കിട്ടാൻ വേണ്ടി പാടാം. എഴുതിക്കൊണ്ട പേപ്പർ എന്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഉമ്മ എഴുതിയില്ലേ ആ പേപ്പർ, എല്ലാ പേപ്പറിലും എന്തായാലും വലുതാക്കി എഴുതിയാലും അവർക്ക് കാണാൻ പറ്റുള്ളൂ. എന്തെന്നാണ് ഇങ്ങനെയൊക്കെയാണ്. വേഗം എഴുതി. എഴുതിയവിടെ കാണിക്കും. സിനിമയില്ല പിന്നെ ഭ്രമരം ഇല്ലേ? മോഹൻലാലിന്റെ സിനിമ ഭ്രമരം ഇല്ലേ? രണ്ടിപ്പ ഇത് എന്താണെന്ന് ഇവിടെ തന്നെ എഴുതി, കുഴപ്പമില്ല. പേപ്പറാണ് ഇവിടെ തന്നെ ഇതാക്കി. ഞാൻ അയ്യോ ഭയങ്കര ചൂടും. ഇടയ്ക്ക് കടയിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ അകത്ത് എസിട്ടിരിക്കണം. വെന്തുടിക്കൊണ്ടിരിക്കണം. ഉടുപ്പൊക്കെ വേർത്ത് നടക്കുവോ നോക്കിയില്ലേ? കാണിച്ച നീ മറ്റേ അമ്മ എഴുതുന്ന പേജ് എടുക്കുക. ഞാനത് കറക്റ്റായിട്ട് ഓർഡറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ എഴുതിയിട്ടുണ്ട്, കണ്ടു കാണുമല്ലോ നിങ്ങൾ. ഞാൻ എഴുതാൻ വേണം. എഴുതിക്കോ. നല്ല വിശാലമായ മുതുകാണ്. എഴുതിയാ ഒന്നും കണ്ട് അറിയും. എന്താണ് എഴുതുള്ളൂ? ഒന്നും എഴുതോ? അയ്യോ ഇതെന്തക്ഷരം? ഗായത്രി സിനിമ പേരും ഒറ്റ പോട്ടോ ആയിക്കോട്ടെ. എഴുതി അടുത്ത് അടുത്തതാണ്. ഇതെന്ത് സാധനം? നിങ്ങൾക്ക് പേരൊന്നും ഇല്ല. അടുത്തത് മര്യാദക്കിടണ്ടേ? ഒന്നും അത് കിട്ടിയില്ല. പിന്നെ അത് കറക്റ്റായി. പിന്നെ ഇതെന്താന്ന് വായിച്ചെടുത്തത്? ഇതൊന്നും അക്ഷരം ഇല്ല. ഇതെന്താണ്? ദ്രോണ. ഇത് മര്യാദക്ക് അക്ഷരസ്ഫുടതയോടെ തന്നെ എഴുതിയേക്കണം. തിരിഞ്ഞിരുന്നോ? കണ്ടല്ല എഴുതണത് വൃത്തിയായിട്ട് എഴുതണം. ശ്രദ്ധിച്ചിരുന്നോ? കിട്ടിയ ഒന്നുകൂടി മര്യാദക്ക് എഴുതിക്കേ. അതൊരു തന്നെ വേണ്ട. രണ്ടാമത് എഴുതിയാ എന്ത്? അല്ല ഇത് എഴുതിക്കണം, മര്യാദക്ക് എഴുതിക്കേ. ഇതെന്താണ്? ഇത് എഴുതാനൊന്നുമില്ല, സിമ്പിള്. തന്റെ എഴുത്ത് ശരിയാകാനില്ല. ഇതന്നെ ഞാനും പറഞ്ഞു. ഇനി സിമ്പിൾ ആക്കാൻ നിനക്കാൻ പറ്റുന്നില്ല. ഓക്കെ കൊള്ളാം. ഇത് എനിക്കറിയാം എങ്ങനെ രണ്ടും കഴിക്കേണ്ടി വരും. ഇപ്പൊ എന്തായിട്ട്
ചിരി 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 ചിരിട്ട് എട്ടാ എന്താ എന്താ നീയേ പൊട്ട ഇതാണ് കാണിക്കണേ. പിന്നെ മുട്ട എന്റെ എത്ര കാണിച്ചോളൂ. എന്തെന്ന് ഞാൻ ആദ്യത്തേത് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലായി. ലാസ്റ്റ് ആണ് പുലി 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 എന്നല്ല അയ്യട്ടാ മനമേ അറിയാവോ ഇതെന്താണ്? അല്ല അങ്ങനെയല്ല ഇത് ഇല്ല അത് പറയാൻ പറ്റില്ല. ഇതാണ് ഇതാണെങ്കിൽ പറയണം, അക്കത്തിലുള്ളതാണെന്ന് പറയണം. പറ്റില്ല പിന്നെ ഒരു എക്സ്ട്രാ ചാൻസ് വേറെ അടുത്ത എക്സ്ട്രാ കൊടുത്തേക്കാം. എക്സ്ട്രാ ഇപ്പത്തിന് കൊടുത്തേക്കാം. എന്നിട്ട് ശരിയാക്കണം. അത്രേ ഉള്ളൂ. തിരി 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 വായിക്കോ വായിക്കോ. ഓക്കെ പിടി പിടി. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് എഴുതണം. ഇത് പകുതിക്കിട്ട് നിർത്തരുത്. എഴുതി പിടി. പൂർണ്ണമായിട്ടൊക്കെ തന്നെ എഴുതണം. എഴുതാൻ പോയാണ്. ഓക്കെ രണ്ട് ചാൻസ് എനിക്ക് തെളിയില്ല. ടാസ്ക് പറഞ്ഞു എന്ത് ഉമ്മാടെ എക്സാം ഞാൻ പറഞ്ഞു. നീയില്ലേ ഇവിടെ എഴുതി ഉടുപ്പിന്റെ അവിടെ എഴുതാതാ. പിന്നെ ഇതിന്മേ കൊള്ളിച്ച് എഴുതുന്നല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നേര് ഞാൻ ആ എഴുത് ഉമ്മ അതിന്റെ കൊണ്ട് ചന്ദ്രക്കല കൊണ്ട് ഇട്ട് വെച്ചു. ചന്ദ്രക്കലല്ല ഞാൻ ആ മാത്രം എഴുതിയുള്ളായിരുന്നു. ഉമ്മ ചന്ദ്രക്കല ഇടാലോ പറഞ്ഞു. ചന്ദ്രക്കല നേരം നേരം ടോവിനോ ടോവിനോ നീമ്പോഴാ തെറ്റൊക്കെ രണ്ട് ചാൻസ് കൊടുക്കും. അതൊക്കെ തെറ്റ് എന്താണമ്മ എനിക്ക് രണ്ടാമത്തെ ചാൻസ് ആയതല്ലോ. എഴുതുന്നുണ്ട്. ഇത് ഞാൻ കറക്റ്റ് ആയിട്ടല്ല കിട്ടും, ഉറപ്പാണ്. സിമ്പിൾ എഴുതിയാണ്. ന്യായം ന്യായമാ. അതെന്താണോ ചോദിച്ചത്? ഉമ്മ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ തിരിയണം. മൂന്നാമത്തെ സിനിമ മോഹൻലാലിന്റെ പഴയ സിനിമ. ഒരെണ്ണം പോലും ശരിയാക്കിയുള്ളത് ഓമായിട്ടാണ്. മകന് 3 ഞാൻ എനിക്ക് 2 കിട്ടിയുള്ളൂ. പുതിയ ലേറ്റസ്റ്റ് സിനിമ കേട്ടോ. ലേറ്റസ്റ്റ് സിനിമയാണ് ഇത്. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിൾ. കണ്ടല്ല എനക്ക് പുട്ടന്തേ പുട്ടൻ കറക്റ്റായി. അയ്യോ അതിന്റെ ശരിയാ. പണി ജോലി ഒരെണ്ണ കറക്റ്റായിട്ടുള്ളൂ. ഒരു ചാൻസുണ്ടേ. ഓക്കെ എന്താണോ ഒഴിഞ്ഞ് വെച്ചാൽ എന്നിട്ട് എഴുതാൻ പറ്റൂ. കിട്ടി കിട്ടി.
ഇനിയിപ്പോ എഴുതുന്ന കാര്യമില്ല. അതാ ചുമ്മാ എഴുതിക്കോ. ഭീഷ്മ. അയ്യോ ഇതൊക്കെ സിമ്പിൾ. അയ്യോ ടയ്യായി. എനിക്ക് ഒരെണ്ണം ഗൈസ്, എനിക്ക് ഒരെണ്ണം കിട്ടി, ഉമ്മാക്ക് ഒരെണ്ണം കിട്ടി. ഞങ്ങൾ അങ്ങനെ ഉണ്ടല്ല, ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ പോകണം. ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൊടുക്കും. അപ്പൊ ഉമ്മാനെ ആദ്യം കഴിച്ചു. ഗൈസ് ഞങ്ങളുണ്ടല്ല, ആദ്യം ഒരു ക്ലിപ്പ് എടുത്തു, പക്ഷെ അത് വീഡിയോ ക്യാമറ ഓണാക്കാൻ മറന്നു. അതാണ് ഏറ്റവും കുടിച്ചു വെച്ചേക്കത്. രണ്ടാമത് കുടി നല്ല മധുരമുള്ള കാര്യങ്ങളുള്ള ഞാൻ എന്താ എടുക്കാൻ പോകുന്ന ഒരു ആര്യപ്പല നമ്മൾ കഴിക്കും. ഞാൻ നാരങ്ങ കഴിക്കുന്നു. അല്ല പച്ചവളായാലും കേട്ടാ, ഞാൻ നാരങ്ങ കേട്ടോ തിന്നിട്ട് നീര് കുടിക്കാം. അയ്യോ എന്തിരി ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഗെയിമിങ്ങും ചലഞ്ചും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.